ഞാൻ വീഡിയോസ് കാണാറുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു ഇത് റീച്ച് ആവുന്ന മുമ്പോട്ടേയുള്ള വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ഫാനാണ്. എനിക്കെന്താ ചോദിക്കാല്ല, എനിക്കൊന്നും ഇപ്പൊ കിട്ടുന്നില്ലെന്നാ ചോദിക്കാനുള്ള കുറെ ഉണ്ട് ചോദിക്കാൻ. ഞാൻ പറയണോ? നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയിരിക്കണം. കുറച്ച് ടൈം എടുത്ത് ചിന്തിക്കാൻ. മോഹൻലാലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും സിമ്പിൾ ആയിട്ട്. മോഹൻലാലിന്റെ സിംപ്ലിസിറ്റിയാ എനിക്കറിയില്ല. ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നിൽക്കരുത്, ഉള്ളത് കൊണ്ട് ചെന്നാല് എനിക്ക് അന്ന് ആകെ ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ വീടും ഒരു 7000 രൂപ ഒരു ഫോൺ മാത്രമാണ്. അതും ഒത്തിപ്പോഴും നാശമായ ഒരു ഫോണായി. ഇവിടെ തന്നെ ഞാൻ ഇങ്ങനത്തെ റിസൾട്ട് വരുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ, വന്നില്ല, അത് ഫാഷനായി. നമസ്കാരം. ഇന്ന് മീഡിയ വൺ ഷോമോളിനോടൊപ്പം ഉള്ളത് നമ്മൾക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട രണ്ടുപേരാണ്, ഗോപിക ആൻഡ് കൃഷ്ണപ്രിയ. സോ വെൽക്കം ടു മീഡിയ വൺ ഷോമോൾ. ഓക്കെ, അപ് സൈക്ലിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? നന്നായിട്ട് പോണു, നല്ല രീതിയിൽ പോണു. നൈറ്റൊക്കെ തീർന്നു വരികയാണ്. ആരോഗ്യ ബാക്കിയെല്ലാം നന്നായിട്ട് പോണു. ഓക്കെ, ഞാൻ മിന്നുവിനെ വിളിക്കുന്നുണ്ടായിരുന്നേ. ഇത് പറഞ്ഞിട്ട് മിന്നുവിനെ കൂടെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന്. ഞാനിങ്ങനെ വിളിച്ചിട്ട് ലൈക്ക് എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നുള്ളൊരു വൈബിലാണ് ഞാൻ വിളിച്ചത്. ഇങ്ങനെ ഹലോ കൃഷ്ണപ്രിയ അല്ലേ? ഹലോ ഹലോ ആ വൈബായിരുന്നേ. എന്നിട്ട് ഇന്നലെ ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞ് ചേച്ചി എനിക്ക് കുറച്ച് പേടിയാട്ടോ. അവൻ എന്തിനാണ്, ഗോപിക ഉണ്ടല്ലോ സംസാരിക്കാനായിട്ട്. ഗോപി ഇപ്പം നടന്ന് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഗോപിക ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അപ് സൈക്ലിങ്ങിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. കോവിഡ് ടൈമില് മിന്നു ഉണ്ടായിരുന്നു. സോ അതെങ്ങനെയായിരുന്നു? ഞാൻ കണ്ടപ്പം ലൈക്ക് വാവ്, സംഭവം നല്ല രസമുണ്ട് ഭയങ്കര. എനിക്ക് ഇങ്ങനത്തെ ഗൗൺസ് ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇങ്ങനത്തെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ബാർബി ഡോൾ പോലെ ഞാൻ ശരിക്കും വാവ് ആയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കണ്ട സമയത്തൊക്കെ. ചില വീഡിയോസിലൊക്കെ ഞാൻ പണ്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോസ് ആണ്. യൂട്യൂബിലാണെങ്കിലും ഞാനൊരു ഫാനാണ്, ഭയങ്കര വലിയൊരു ഫാനാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ആളുടെ ചെയ്യാനായിട്ട്. ഞാൻ ഈ ലാസ്റ്റ് അർജന്റീനയുടെ ജേഴ്സി വെച്ചിട്ടുള്ള ഒരു ബോൾഡ് ഗൗൺ ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ബോൾഡ് ഗൗണിന്റെ ആള് തന്നെ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിരുന്നു അത്? ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായി? എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ വീഡിയോസ് കാണാറുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു ഇത് റീച്ച് ആവുന്ന മുമ്പോട്ടേയുള്ള വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാറുണ്ടായിരുന്നു. എന്താ ആ ടൈമിൽ ഇവനോട് ഞാൻ പറയാറുണ്ടായിരുന്നു ഗോപികനെ കുറിച്ച്. എന്നാൽ റീച്ച് ആവുന്ന മുമ്പുള്ള വീഡിയോസിൽ തൊട്ട് തന്നെ എനിക്കിഷ്ടമാണ്. എനിക്ക് കൂടുതലും കോർസെറ്റ് ചെയ്യല്ല. എനിക്ക് സത്യത്തിൽ അതങ്ങനെ അറിയത്തില്ല. പുള്ളിക്കാരത്തി പെർഫെക്റ്റ് ആയിട്ടല്ലേ കോർസെറ്റ് ചെയ്യണം. ഞാൻ അതിനെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. നീ എന്തെങ്കിലും ഗോപിക അവസാനം എന്താ പറയാ, അവസാനമായിട്ട് എന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ടോ? എല്ലാത്തിലും ഈ പറയുന്ന രീതിക്കകത്തേക്ക് അപ് സൈക്ലിംഗ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ജേഴ്സീസ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഏത് ആരുടെ ഫാനുകളാണ്? പോർച്ചുഗലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വേൾഡ് കപ്പ് ഒക്കെ കഴിയുന്നവരെ കുറച്ച് ജേഴ്സീസ് ഒക്കെ പിടിച്ചിങ്ങനെ പോവാം. അപ്പത്തേക്ക് അടുത്ത നൈറ്റി ലുങ്കി ഒക്കെ സ്റ്റോക്ക് വരുമല്ലോ എന്നും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പോവാ. മിന്നുണ്ട് എന്തൊക്കെയാ പരിപാടികൾ ഇപ്പോ? വീട് പണി എവിടം വരെ? വീട് പണി ഇപ്പൊ അത് നടന്നോണ്ടിരിക്കണ, ഉടനെ തീരുമായിരിക്കും. വീട് പണി കഴിഞ്ഞ് ഒരവസ്ഥയിൽ വിളിക്കാം ഞങ്ങളൊക്കെ. വിളിക്കാം എല്ലാവരും വിളിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോസ് എടുത്താലും നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഒരാളെന്നത് അച്ഛനാണ്. രണ്ടുപേർക്കും ഇപ്പം ഗോപിക എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ലുങ്കിലൂടെയാണ് ഗോപിക ഫേമസ് ആവുന്നല്ലേ? ഇപ്പം മിന്നു എടുക്കുന്ന മിന്നുവിൻ്റെ ഏതൊരു വീഡിയോയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അച്ഛൻ്റെ ഒരു എഫേർട്ട്. സോ അതെങ്ങനെയാ ഒരു വൈബ് ആസ്വദിക്കുന്നത്? അച്ഛൻ്റെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. ഞാൻ പറയണോ? എന്താ അച്ഛന് ആർട്ടിസ്റ്റാ. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് ചെല്ലണമെന്നാ അച്ഛന് ഇഷ്ടം. പഠിക്കണം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ആർട്ടിസ്റ്റ് പഠിക്കണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിനോടൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനോട് താല്പര്യം. ഞാൻ ആദ്യമായിട്ട് തന്നെ ആരിയാന ഗ്രാൻഡിന്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഉടുപ്പൊക്കെ ചെയ്യണം. അതും കൈകൊണ്ടൊക്കെ ഇങ്ങനെ തുന്നി നടന്ന ടൈമിന് ആ ഒരു ഗൗൺ അച്ഛനെ കാണിച്ചപ്പോൾ ശരിക്കും വേറെ ആരെങ്കിലൊക്കെയാണ് പറയും ഇത് നിന്നെക്കൊണ്ട് നടക്കുവാന്നേ ചോദിക്കുള്ളൂ. പക്ഷെ അച്ഛൻ ഇത് അടിപൊളി എന്ന് വെച്ചാൽ അത്രയും വലിയ ഗൗണാണല്ലോ, പൈസ തരാം, പയ്യെ 500 വെച്ച് തന്ന് നീ മേടിച്ച് ചെയ്താൽ മതി. അങ്ങനത്തെ അതിൻ്റെ ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയനാണെങ്കിലും ഇങ്ങനെ ഓരോന്നതിന് വേണ്ടിയിട്ട് എത്ര വേണേലും പൈസ ചെലവാക്കാനൊക്കെ റെഡിയാണ്. ഗോപികയുടെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതേപോലെ പഠിക്കുക ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു
മെയിൻ ആയിട്ട് കൊണ്ടുപോണ്ടൊരു കാര്യമല്ല, ഇതെങ്ങനെ പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ആയിരുന്നു. അച്ഛനും അമ്മയും രണ്ടുപേരും. അമ്മ പിന്നെയും ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ വലിയ വലിയ ഭൂകമ്പമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കണം. +2 കഴിഞ്ഞപ്പം ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പം എൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴൊന്നും അവർക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അവർ പറയുന്നത് ഇപ്പം ആദ്യം പറഞ്ഞു ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അറിയാലോ, പിന്നെ എന്നെ പഠിക്കുന്നതായിരുന്നു. ഇപ്പം ഇവര് ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഒരു റീസെന്റ് ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ട് അച്ഛനായാലും അമ്മയിലും ഭയങ്കര സപ്പോർട്ടാണ്. ഇവര് രണ്ടുപേരും ഓഫീസിലോ ഹെൽത്തിലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവര് ഭയങ്കര ഈ ജോലിക്ക് വന്ന സമയത്ത് അവർ ചോദിക്കില്ലേ ഇങ്ങനെ ആ ഡ്രസ്സ് കൊള്ളായിരുന്നല്ലോ, ഈ ഡ്രസ്സ് കൊള്ളായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇതേപോലെ ഇവർക്കെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലാണ് ഇവര് മെയിൻ ആയിട്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇവരുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർ ഇതേപോലെ അയച്ചു കൊടുത്തിട്ട് മോളുടെ വീഡിയോ, അപ്പൊ ഇവരെ ഏത് വീഡിയോ അപ്പോഴായിരിക്കും ഇവരുടെ അടുത്ത് നോക്കുന്നത്, ഇത് ഇങ്ങനെ ആക്കിയെടുത്തോ, നെറ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെയാണോ ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവര് ഇത് കൊള്ളാലോ, രസമുണ്ടല്ലോ. അവർക്ക് മെയിൻ തിങ് കുറെ പേര് റെക്കഗ്നൈസ് ചെയ്തു. ഏതോ പണ്ടൊക്കെ ബന്ധം വിട്ടുപോയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, അച്ഛനെ ഇതേപോലെ അച്ഛനായിരുന്നല്ലോ കലക്കി എന്നൊക്കെ പറഞ്ഞു, അമ്മയായിരുന്നല്ലോ സൂപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ അവർക്ക് അവരെന്താ പറയാ, വീഡിയോസ് ഇപ്പം എനിക്ക് ഓരോ ഫേസ്ബുക്കിൽ ആരെങ്കിലും കിട്ടും, എനിക്ക് ഇങ്ങോട്ട് അയച്ചു ഇതിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞു, ഞാൻ കണ്ടതാ. അവര് ഭയങ്കര ഹാപ്പിയാണ്. മിന്നു ഇപ്പം റീസെന്റ് എയറിലൊക്കെ പോയിന്നാ പറഞ്ഞേ, എന്താ പിന്നെ അത് വിശദീകരിച്ചോളൂ. അതെന്താ വെച്ചാൽ മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അതിൽ എന്നോട് ചോദിച്ച് എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാൻ അല്ല, എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭാവിയിൽ ഞാനൊക്കെ അത്യാവശ്യം പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു 5000 മീറ്ററിലൊരു ഡ്രസ്സ് ചെയ്യണം, അത്രയും തുണിയെടുത്തൊരു ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് എല്ലാവരും ഓർത്ത് 5000 മീറ്റർ എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ഉണ്ടാവും. അപ്പം 5 കിലോമീറ്റർ നീളമുള്ള ഡ്രസ്സാണ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ റിയാക്ട് ചെയ്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചിരി, എനിക്കിങ്ങനെ എന്താ ഇതെന്താ ഇങ്ങനെയൊക്കെ, അവർക്ക് ഇച്ചിരി ബുദ്ധിയില്ലേ. എന്നിട്ട് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, 5000 മീറ്റർ തുണി എടുത്തിട്ട് ഒരു നീളം ഉണ്ടാവില്ല, കുറെ ഇങ്ങനെ വീർത്തിരിക്കും. അതാ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോണത് 5000 മീറ്റർ എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പൊ ഒരു 1000 മീറ്റർ ഇപ്പൊ എടുത്തിട്ട് ഒരു ഗൗൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പോവാ. അങ്ങനെ ഒരു പ്ലാനിലുണ്ട്. ഞാനിപ്പോ തുണി എടുക്കുന്ന ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 1000 മീറ്റർ ഒരേ കളറല്ല തുണി വേണം, പ്ലെയിനെറ്റ് വേണം, അപ്പൊ സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾ തരാന്ന് പറഞ്ഞു. അതിനും വേണം അത്യാവശ്യം പൈസ, ഒരു 10-30,000 രൂപ അതിന് വേണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാന്ന് വെച്ചു. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ യൂട്യൂബ് നോക്കുമ്പോഴേ നിങ്ങൾ യൂട്യൂബിലല്ല കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലൈക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വഴിയാ. അതുകൊണ്ടാ യൂട്യൂബിൽ നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാത്തത്? ടൈം ഇല്ലാത്തതുകൊണ്ടാണോ? രണ്ടുപേരും ഒരേപോലെ ഇപ്പോ എന്താ യൂട്യൂബിലേക്ക് വരണമെന്ന് തോന്നിയിട്ടില്ല? യൂട്യൂബിൽ ഞാൻ ഇടുന്നുണ്ട്, പക്ഷെ ഒരിടയ്ക്ക് യൂട്യൂബ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടും, പിന്നെ അതിന്റെ ചൂടങ്ങ് പോകും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആയിരിക്കും. ഇട്ട് വരണം, ഇട്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഇടണം. കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പൊ തന്നെ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത രീതിയിൽ വ്യൂസ് ഒക്കെ. ഈ ബോൾ ഗൗണിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ബോൾ ഗൗണിൽ തന്നെ നിൽക്കാനുള്ള? അതെ, ബോൾ ഗൗൺ എന്ന് പറയുമ്പോഴേ നമ്മൾ കൂടുതലും ഈ റൺവേസ്, മെഡ്ഗാല, റെഡ് കാർപ്പറ്റില ഇത്തരത്തിലേക്ക് നമ്മൾ ബോൾ ഗൗൺസ് ഇങ്ങനെ അതൊരു ഇയർ ബേസ് സാധനങ്ങൾ, സീസണലായിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നു അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത്, ഓരോ ഷോട്ടിലും കാണലുണ്ടാവുമല്ലോ. അതിനെപ്പോഴും മാർക്കറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? അത് എന്താ പറയുക, പണ്ട് തൊട്ടേ ആ ഒരു റേറ്റിൽ ഞാൻ ചെയ്ത് കൊടുത്തു തുടങ്ങിയല്ലോ. പിന്നെ ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കിട്ടാനുണ്ട്. എനിക്കിപ്പോൾ ഒരു ബുട്ടീക്ക് തുടങ്ങി ആരെങ്കിലൊക്കെ കൂടെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി റേറ്റ് കൂട്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ടിട്ട് അത്യാവശ്യത്തിന് ഉള്ള കിട്ടുന്നതുകൊണ്ട് സീനില്ലാണ്ട് ബിസിനസ്സിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യത്തിന്. നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും ഇവരിത്ര ഇതല്ലേ, ഇവർക്ക് പാവങ്ങളല്ലേ, ഇവർക്ക് എത്ര പൈസ ഉണ്ടാവും, ഇവരിങ്ങനെ എത്ര സ്റ്റൈല് കാണിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അത്തരം സ്റ്റീരിയോ ടൈപ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്താ എന്നോട് ഇരിക്കുന്നത്. അപ്പൊ അത് പ്രൗഡല്ലേ ശരിക്കും പറഞ്ഞത്? അതെങ്ങനെയാണ്? മുമ്പ് എനിക്ക് ഞാൻ കുഞ്ഞു ഡ്രസ്സ് ചെയ്യാനല്ലേ, ഈ ആരിയാന ഗ്രാൻഡിന്റെ ഡ്രസ്സ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ തന്നെ എന്നോട് കുറേ പേര് വഴക്കിട്ടിട്ടുണ്ട്, മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് അച്ഛന് അത്യാവശ്യം കട ഉണ്ടായിരുന്നതുകൊണ്ട് എന്തിനാ അച്ഛനെ ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇതുവഴി രക്ഷപ്പെട്ടെന്നാൽ പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല, നമ്മൾക്ക് അത്യാവശ്യം പൈസ എനിക്ക് ഉണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ പേരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ കുറേ പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി
ഇങ്ങനെയൊക്കെ ആ പറ്റും. വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തി എന്നുള്ളത്. ഗോപിക്ക് എത്തരത്തിലുള്ള നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ എനിക്ക് സ്ഥലത്തിൻ്റെത് മീൻസ് ഇതേപോലത്തെ ഡ്രസ്സസ് ഒക്കെ ഇട്ട് പണ്ട് സ്റ്റോറീസ് ഒക്കെ ഇടുമായിരുന്നു. അപ്പം ലൈക് സ്ലീവ്ലെസ് ആണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് എന്താ ഇട്ട്, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഇതില്ല. ഈ കമന്റ് വായിച്ചു നോക്കുമ്പോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്ന വളരെ ക്ലീഷായിട്ടുള്ള ചോദ്യമാണെന്ന് ഇരിക്കെ തന്നെ അതിലൊക്കെ നിങ്ങൾ പാകപ്പെട്ടിട്ടുണ്ടാവും. ഓരോ കമന്റ് കാണുമ്പോൾ ഇപ്പൊ ഏത് രീതിക്കകത്തേക്ക് അതിനെ ടേക്കപ്പ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പാകപ്പെട്ടിട്ടുണ്ടാവും. സോ ഇപ്പോ ഒരു കമന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇത് കാണുമ്പോൾ എന്താ തോന്നണേ? തിരിച്ചു നന്നായിട്ട് പറയും. ചിലത് ഞാൻ കാണില്ല. ഐ മീൻ ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ചിലതൊക്കെ അതിലങ്ങ് മുങ്ങിപ്പോവും. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കുറെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. അല്ലാണ്ട് ജെന്യുവൻ ആയിട്ട് ഇപ്പൊ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ വലിയ പാരഗ്രാഫ് ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ മനസ്സിലായി അതിന്റെ ഒന്നും കാര്യമില്ല. ഞാൻ പിൻ ചെയ്ത് വെക്കും. അച്ഛനമ്മമാരത് കാണില്ലേ? അപ്പൊ അവരെന്താ ഇതിന്? ഞാൻ ആദ്യം എനിക്ക് അതായിരുന്നു ഒരു പ്രോബ്ലം. ലൈക്ക് ഇതൊക്കെ അവര് കാണുമ്പോ അവർക്ക് എന്തെങ്കിലും ബാഡ് ആവുമോ, കാരണം ഇപ്പോഴാണ് അവർ ഓക്കെ ആയി വന്നത്. അപ്പൊ പിന്നെ എനിക്കൊരു വിഷമമായി. പിന്നെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കമന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് ഭയങ്കര സപ്പോർട്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളേ, ഇതൊന്നും മൈൻഡ് ആക്കാൻ നിൽക്കണ്ട, നമ്മളുടെ കാര്യം നോക്കുന്നൊക്കെ പറഞ്ഞ അവര് ഫുൾ സപ്പോർട്ട്. വൈബ് പാരന്റ്സ്. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഫുൾ മോട്ടിവേഷൻ ആയി. എന്ത് ബാഡൊക്കെ വന്നാൽ ഞാൻ മൈൻഡ് ആക്കുന്നില്ല, അവര് കാണും, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലെ അത്യാവശ്യം ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് വരുമ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതിന് റിപ്ലൈ കൊടുക്കും നല്ലപോലെ തന്നെ. അപ്പൊ ചിലപ്പം അവര് തിരിച്ച് റിപ്ലൈ കൊടുക്കൂല, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞടിയും. പിന്നെ അത് അവരവരെ വഴിക്കങ്ങ് പൊക്കോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി പോകും. മിന്നു അതിന് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചേക്കായിരുന്നേ. ഇപ്പോഴും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിന് കമന്റ് ഇങ്ങനെ ഓഫ് ആക്കി വെക്കല്ലേ? അതെന്താ? അത് അന്ന് എനിക്ക് പേടിയായിരുന്നു. ആൾക്കാർ ചീത്ത വിളിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് തളർന്നു പോയി. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ ഒരു ചേട്ടൻ വെറുതെ ഒന്നും അറിയേണ്ടവിടെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേ, ഇതിലും വലിയ പ്രശ്നത്തിൽ നിൽക്കണേ ആൾക്കാരൊക്കെ ആണ് ഞാൻ. ഞാൻ അച്ഛനോട് ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയണ, ഞാൻ അതിലൊന്നുമല്ല കരഞ്ഞത്. ഇങ്ങനെ അച്ഛന് മോതിരം വാങ്ങിച്ചു കൊടുത്തെന്ന് എന്തോ പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്നിട്ട് കരഞ്ഞതാ. അത്യാവശ്യം ഞാനും ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണ പോലെ തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നേന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് മനസ്സിലാണ്. പിന്നെ കുറെ പേര് താഴെ പോയി കമന്റിന് അവർ തന്നെ റിപ്ലൈ കൊടുത്തു. വേറെ ആൾക്കാർ പോയി കമന്റ് റിപ്ലൈ കൊടുത്തു. ഞാൻ നോക്കില്ല. മിന്നുവിന്റെ ഒരു ഗൗൺ കിട്ടുകയാണെങ്കിൽ, ഒരു ബോൾ ഗൗൺ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും അപ്സൈക്ലിങ്ങിനായിട്ട്? ഞാൻ ഇടും. അത്രക്ക് അടിപൊളിയായിട്ട് ആള് ചെയ്ത് വെക്കുന്നത്. അപ്പൊ പിന്നെ 1-2 തൊട്ട് ഇടും. പിന്നെ ഞാൻ എന്റെ പണി തുടങ്ങും. എന്തെങ്കിലുമൊക്കെ അത് പറ്റുന്ന പോലെ ഞാൻ റീക്രിയേറ്റ് ചെയ്യും. 1-2 തൊട്ട് ഇട്ടിട്ട് തുടങ്ങുള്ളൂ കേട്ടോ. ഗോപിക ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കുകളിൽ മിന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെഹങ്ക കട്ട് ചെയ്തിട്ട് ചെയ്തില്ലേ, ഒരു പച്ചയും നീല അമ്മേന്റെ പഴയൊരു. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ബിസിനസ് ത്രൂ ഫിലിമിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള വേദികളിലോ റെഡ് കാർപ്പറ്റിലേക്കൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? അതോ ഇതുമായിട്ട് ഞാനും എന്റെ സാമ്രാജ്യവും എന്ന വൈബാണോ? നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്കൊരു അംബിഷൻ ഉണ്ടാവുമല്ലോ അത് മുന്നോട്ട് പോകാനായിട്ടുള്ള. അപ്പം അല്ല, ഇപ്പൊ തന്നെ അത്യാവശ്യം ഈ മ്യൂസിക് വീഡിയോ, മൂവീസ് അങ്ങനത്തെ ഒക്കെ സംഭവത്തിൽ നിന്ന് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വരുന്ന പോലെ അങ്ങ് വരട്ടെ, ചെയ്ത പോലെ ചെയ്തു പോവാം. എന്തായാലും നമ്മളുടെ ഈ ഒരു ഇതിൽ തന്നെ നിൽക്കാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. പിന്നെ ഇതേപോലെ ഒരു ഇപ്പൊ ഓൾറെഡി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു ഐഡിയ മാത്രമേ, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. മിന്നുവിന് വലിയ വലിയ കോള് വന്നിട്ട് മിന്നു മറന്നു പോയിരിക്കുകയാണ്. മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കസ്റ്റമറിന് മെസ്സേജ് കണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കണ്ടതാ. എന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു. കുറെ നാൾ കഴിഞ്ഞിട്ട് അടിച്ച് ചാറ്റിങ്ങനെ നോക്കുമ്പോ മറ്റേ മിസ് ഇന്ത്യന്നും വേറെ ഇന്ത്യയിൽ നോക്കിയ മെസ്സേജ് എന്ന് അത് എന്നിട്ട് ഇവർ റിപ്ലൈ കൊടുത്തപ്പോ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ ചോദിക്കാനുള്ളത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. സുഖല്ലേ? സുഖം. ഇപ്പം എന്താണ് ചെയ്യാൻ പ്ലാൻ? ഗൗണിൽ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു 1000 മീറ്ററിന്റെ ഗൗൺ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 1000 എനിക്ക് 5000 മീറ്ററിന്റെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനൊരു 1.5 ലക്ഷം രൂപ ഉണ്ടോണ്ട് അതിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ 1000 മീറ്റർ എടുത്ത് ഗൗൺ ചെയ്ത് പിന്നെ ഒരു 1000 മീറ്റർ എടുത്ത് അതിലോട്ട് യോജിപ്പിച്ച് പിന്നെ 1000 മീറ്റർ എടുത്ത് അങ്ങനെ അത് 5000 മീറ്ററിന്റെ ഗൗൺ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചിലപ്പോൾ ഉടനെ നടക്കുമായിരിക്കും. അതാണ്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരുന്ന സമയത്ത് അതിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? അങ്ങനെ കുറെ നേരം സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഫുൾ ഒരു മെന്റൽ ബ്രേക്ക് ഡൗണോ, ഞാൻ ഇന്ന് കരയും. ചിലപ്പം ഭയങ്കര ഇപ്പം ഞാൻ നല്ല എക്സ്പെക്ട് ചെയ്തിപ്പോ ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ഫാബ്രിക് കണ്ടു, കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മേടിക്കും. മൈൻഡിൽ ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് വാങ്ങും. ഇച്ചിരി റേറ്റ് ഒക്കെ അങ്ങനെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി റേറ്റിന്റെ ഒക്കെ ഫാബ്രിക് ആയിരിക്കും വാങ്ങി ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ ഇത് ചെയ്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, അതിലെന്തെങ്കിലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ചെയ്യണം. പക്ഷെ ഞാൻ മൈൻഡിൽ കാണുന്നത് ഒരു യൂണീക്ക് സംഭവമൊക്കെ ആയിരിക്കണം. അപ്പം എനിക്കൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല, അപ്പൊ കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പലപ്പോഴായിട്ട് സംഭവം ചെയ്ത് വന്ന ആഫ്റ്റർ ലൈക്ക് ചെയ്ത് ഇട്ട് നോക്കിയപ്പം അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നില്ല, അങ്ങനെ ഫ്ലോപ്പ് ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ആ ഒരു ഹിസ്റ്ററിന്ന് എനിക്ക് അതുകൊണ്ട് നല്ല പേടിയുണ്ട്. അപ്പൊ ഇത്രയും റേറ്റ് കൊടുത്ത് ഇതൊക്കെ വാങ്ങിയിട്ട് കുളമാവും, എന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നത് എന്തെങ്കിലും കല്യാണത്തിന്റെ ഒക്കെ സമയം, ഇപ്പൊ ക്ലോസ് ആയിട്ടുള്ള ആരുടെങ്കിലും ഫാമിലി റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണത്തിന്റെ തലേന്നായിരിക്കും ഞാൻ എന്റെ ഡ്രസ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കല്യാണത്തിന്റെ ബാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് അവസാനം ഞാൻ മാത്രം വഴിയാതെ വരും, ഞാൻ എന്റെ ഡ്രസ്സ് തലേ ദിവസമായിരിക്കും സെറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും മിനിമൽ ആയിരിക്കണം, പക്ഷെ കുറച്ചുകൂടെ എന്തെങ്കിലും യൂണീക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്ത് ലാസ്റ്റ് നട്ടപ്പാതിരെ 12 മണിക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തലവേദന എടുക്കും ഇതൊക്കെ. പിന്നെ അതങ്ങ് ഇട്ടിട്ട് പോകും, പിന്നെ കണ്ണും പൂട്ടി ചെയ്തങ്ങ് വരും. ലാസ്റ്റ് എന്തായാലും ഇടണമല്ലോ, ഇട്ടല്ലേ പറ്റൂ. അങ്ങനെ സ്വന്തം ഡ്രസ്സിലാണ് അപ്പം കൂടുതൽ ക്രിയേറ്റീവ് ബ്ലോഗ് വരാറുള്ളത്. മിന്നുനാണെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടാവുക? ഫാമിലി ആയിട്ട് ഒരു ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവരാണെന്ന് തോന്നുന്നു. അച്ഛനാണെങ്കിലും സ്കൾച്ചർ ആർട്ടിസ്റ്റ് ഒക്കെ ആണല്ലേ? ഇപ്പൊ ഇത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പോത്തീസിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തോണിയാണോ? അതെ, ഞാൻ കണ്ടു, സംസാരിക്കുകയും ചെയ്തു. ഇപ്പൊ മുമ്പിലൊരു തോണി പോലെ. എനിക്കത് ഇപ്പോഴാണ് കാണിച്ചിരുന്നത്. അവിടെ നിന്ന് ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നല്ലേ. ഇപ്പൊ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നല്ലേ? മിന്നു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് ഇന്റർവ്യൂവിന്? ഗോപി കൊണ്ടുവന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? അങ്ങനെ അച്ഛനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത, ഞാൻ പറഞ്ഞു എന്നെ പോലെ തന്നെ ചെയ്യണ ഒരു കൊച്ചുണ്ട്, ആളായിട്ടുള്ള ഇന്റർവ്യൂ. എന്നെ പോലെ തന്നെ ചെയ്യണ ഒരു കൊച്ചുണ്ട്. ഞാൻ തെന്നലും ഇളയതാന്ന് ഓർത്തത്. ആകുലതകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ നമ്മളിതേപോലെ കുറച്ച് മുമ്പേ പ്ലാൻ ചെയ്തല്ലോ, ഞാൻ വീട്ടിലുള്ള സമയത്തായിരുന്നു ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, അമ്മയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, ആളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു ആ കൊച്ചാണോ, ഓക്കെ, ആ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാട്ടോ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെയാ വന്നത്, റിലേറ്റീവ്സിനും എല്ലാവരോടും. ഞാൻ ചോദിക്കട്ടെ, മമ്മൂക്കൊക്കെ ഒരു കോസ്റ്റ്യൂം ചെയ്യണം, ഗോപിക്ക് എന്തായിരിക്കും മമ്മൂക്ക് കൊടുക്കുന്നത്? അപ്സൈക്ലിംഗ് ആയിരിക്കണേ? അപ്സൈക്ലിംഗ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചോദിക്കല് എനിക്ക് ടെൻഷൻ വരും. എന്റെ ഡ്രസ്സിൽ തന്നെ എന്തെങ്കിലും യൂണീക്ക് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നല്ല ടൈം എടുക്കും ആലോചിച്ച്. എനിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ആയിരിക്കണ്ടേ? കൊടുക്കുന്ന പറയുമ്പോൾ മമ്മൂട്ടി ലൈഫിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയിരിക്കണം. കുറച്ച് ടൈം എടുക്കും ചിന്തിക്കാൻ. മോഹൻലാലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എന്തെങ്കിലും സിമ്പിൾ ആയിട്ട്. മോഹൻലാലിന് സിമ്പിൾ സിറ്റിയാ? എനിക്കറിയില്ല. മിന്നുവാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? എന്നോടൊന്നും ചോദിക്കില്ല, എനിക്കൊന്നും കൊടുക്കില്ല, ആ വൈബിലായിരിക്കുന്നത്. എന്തായിരിക്കും കൊടുക്കണ്ടാവുക? എനിക്കും അറിയാൻ പോലെ ടൈം എടുക്കുവാല്ലേ. ായിട്ട് കൊടുക്കണ്ടേ, നമ്മള് സാധാ സംഭവം ഒന്നും കൊടുക്കാൻ പാടില്ല. ഏതൊക്കെ ഉണ്ടായിരുന്നല്ലോ ടൈമിൽ. എനിക്കൊന്ന് പുള്ളിക്കാരി ഇപ്പൊ അത്ര ആക്റ്റീവ് അല്ല. ആ വീഡിയോസ് കാണലുണ്ടായിരുന്നോ? അത് കൂടുതലായിട്ടും കുറച്ചുകൂടെ തല പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ തല പ്രവർത്തിക്കില്ലെന്നാ? പ്രവർത്തിക്കില്ല. ഇപ്പൊ അതിൽ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പം പുള്ളിക്കാരി ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരു മറ്റേ ബില്ലിങ്ങനെ ഒരു കുറെ ബിൽസ് ഇങ്ങനെ വന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് 2 വയറ് കൊടുത്ത് വെക്കാൻ പോലും എനിക്കറിയില്ല. നല്ല ഷോക്ക് അടിച്ചിരിക്കും. തൽക്കാലം ഇപ്പം എന്റേതായ രീതിയിൽ ഞാൻ പോവാന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ മറ്റേ കേക്കിന്റെ ഒരെണ്ണമൊക്കെ ഇല്ലേ, എനിക്ക് അതൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഉറുമ്പായിരിക്കില്ലേ? അതല്ല കേക്കല്ലല്ലോ, പക്ഷെ കുറച്ച് പോർഷൻ കേക്കായിരുന്നല്ലേ. നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഞാൻ പറയണം, ഫ്രണ്ട്സ് ഒന്നല്ല, ആഡിക്സ് ആണ് ഇതിൻ്റെ അടുത്ത് ഫുൾ സപ്പോർട്ടായിട്ടിരുന്നുള്ള. ഇപ്പോഴാണ് മിക്കവരും കൂടെ. പിന്നെ ഉള്ളത് എൻ്റെ കൂട്ടുകാരത്തി ദേവു. ആളൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് 1000 ഫോളോവേഴ്സ് ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം എനിക്കത് വേണമെന്നൊക്കെ ഇവള് ഭയങ്കര മോട്ടിവേഷൻ, നീ ചെയ്യ്, നിനക്ക് കിട്ടും, അത് അങ്ങനെ ചെയ്താൽ മതി, എങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അതല്ലാണ്ട് ബാക്കി കാര്യത്തിനൊക്കെ ആഡിക്സാണ് കൂടെ തന്നെ. എനിക്ക് പണ്ട് ഇങ്ങനെയൊക്കെ അല്ലാണ്ട് ഇരുന്ന ടൈമിന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഗൗണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് പോകും. വീട്ടിൽ ഞാൻ കൂട്ടുകാരത്തിൻ്റെ കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അടിച്ചും കൂടി ബോൾ ഗൗണുമായിട്ട് ഇടുന്നു. അപ്പോൾ അച്ഛൻ എന്തിനാ ബോൾ ഗൗൺ? അത് കൂട്ടുകാരത്തിക്കിടെ ബോൾ ഗൗണും കൊണ്ട് ഫോട്ടോച്ച് പോയി അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി. ഇവൻ മാമൻ്റെ ക്യാമറയും കൊണ്ടുവന്നു കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ കയറിയില്ല.
എല്ലാം കഴിഞ്ഞ് ഒന്നും കയറൂല എന്ന് ഓർത്തിട്ട വീഡിയോ കയറി, പിന്നെ അങ്ങോട്ട് അതുപോലത്തെ തന്നെ വീഡിയോസ് ഇട്ട് അങ്ങനെ. ഗോവിന്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ? എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം പണ്ടേ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിപ്പം 7th അല്ലെങ്കിൽ 8th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നിനക്കിത് കഴിവുണ്ട്, നീ ഇത് പഠിച്ചു, അഭിരാമി എന്നാ പേര് കേട്ടോ. പുള്ളിക്കാരത്തി ഞാനിപ്പോൾ ഓരോ ഇന്റർവ്യൂവിലും ഞാനിങ്ങനെ പറയും ലൈക്ക് ഭയങ്കരമായിട്ട് ഇപ്പം അപ്പത്തൊട്ട് തുടങ്ങിയത്, എന്നിട്ട് ഈ അടുത്തായാലും നിനക്കിതൊക്കെ പഠിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും. ഭയങ്കര നിനക്കിതൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും. അപ്പൊ അവള് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇതേപോലെ ഓരോരുത്തർ കണ്ടിട്ട് ഇതേപോലെ അയച്ചിട്ട് ഇത് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഗോപികയുടെ കണ്ടുള്ള ഫാഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് സാരി ഉടുക്കാൻ തോന്നി ഉടുക്കുക, അതിപ്പം എവിടെ പോകുമ്പോ എങ്ങനെ ഉടുക്കാൻ, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്യുക, അതും ഒരു കൈൻഡ് ഓഫ് ഫാഷൻ അല്ലേ. ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാട്ടോ. അപ്പൊ ഇവിടെ തന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് വരുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ, വന്നില്ല, അത് ഫാഷൻ ഞാൻ വിചാരിച്ചു ആള് വലിയ ഗൗണൊക്കെ ഇട്ടായിരിക്കും വരാന്ന്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിക്കണ്ടേ, നോക്കുമ്പോ അതിപ്പം തിരിച്ചു വിചാരിച്ചു സിമ്പിൾ ആയിട്ടായിരിക്കും അല്ലേ. മിന്നുവിന്റെ കണ്ണിലെ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇഷ്ടം ഈ ബോൾ ഗൗണൊക്കെ അല്ലേ, പലർക്കും പല രീതിയിലുള്ളതുണ്ടല്ലോ. ഇപ്പൊ ആൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആളിനാ. അപ്പം എനിക്ക് എൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോൾ ഗൗണാണ്. മിക്കവരും എന്നോട് പറയും എന്തിനാ എപ്പോഴും ഇത് തന്നെ ചെയ്യണം, എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് ബോൾ ഗൗണാണ് ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ, മിന്നു എന്നുള്ള പേഴ്സൺ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്നൊരു പേഴ്സൺ ആണ് അല്ലേ? അങ്ങനെ വരാൻ നിൽക്കുന്ന ഒരു കുട്ടീനെ എടുത്ത് മിന്നുവിന് എടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നിൽക്കരുത്, ഉള്ളത് കൊണ്ട് വെച്ചെന്നാൽ എനിക്ക് അന്ന് ആകെ ഉണ്ടായിരുന്നത് ആ ഒരു ചെറിയ വീടും ഒരു 7000 രൂപ ഒരു ഫോൺ മാത്രമാണ്, അതും പൊട്ടിപ്പൊളി നാശമായ ഒരു ഫോണായിരുന്നു. എൻ്റെ മുമ്പിൽ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ നല്ല കഴിവുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് നല്ല ഫോണ്, നല്ല വീട്, നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ ഉണ്ടായിട്ടും ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കണ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ യൂസ് ചെയ്തേനല്ലേന്ന്. പക്ഷേ അത് പിന്നെ ഞാൻ ചിന്തിച്ചത് അങ്ങനെ വേണ്ട, ഇപ്പം എനിക്ക് ഒരു മുണ്ടായാലും ബാക്കിൽ കെട്ടാനായിട്ടുണ്ട്, പിന്നെ താഴ്ത്തിടാൻ അതുമുണ്ട്, ഇച്ചിരിയെങ്കിലും ക്ലാരിറ്റിയുള്ളൊരു ഫോണും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തുടങ്ങിയിട്ട് നമുക്ക് വേണ്ടതെല്ലാം അതിൽ നിന്ന് വാങ്ങാം, അങ്ങനെ ചിന്തിച്ച് ഞാൻ ചെയ്തതാണ്. അത് കണ്ട് കുറേ പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, എനിക്കൊന്നും ഇല്ലെന്നോർത്ത് ഞാൻ ഇരുന്നത്, ഇനി എന്തായാലും ഞാൻ അങ്ങനെ ഇരിക്കണല്ല, ഞാനും എൻ്റെ കഴിവ് കൊണ്ടിട്ട് വീഡിയോസ് ഇടാൻ പോണേണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിള്ളേർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെയാണ് അഡ്വൈസാണ് കൊടുക്കുന്നത്. ഗോവയ്ക്കാണെങ്കിൽ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാകും? എനിക്കും ഇതേപോലെ തന്നെ പറയാനുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കും, നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പോഴേ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. ഇപ്പം എല്ലാം കുറച്ചും മുമ്പ് വിചാരിക്കുമായിരുന്നു. പിന്നെ വിചാരിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, സമയമുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുന്നവരോട് പറയാനുള്ളത് തുടങ്ങുക. കാരണം നമ്മൾ എന്ത് ചെയ്താലും ആരും ഒന്നും കെയർ ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇഷ്ടമുള്ളത് വീഡിയോ ഇടാം. എനിക്ക് ഇങ്ങനത്തെ കുറേ മെസ്സേജ് വരാറുണ്ട്, എനിക്കിങ്ങനെ ചെയ്യണം, എനിക്കിത് പഠിക്കണം, പക്ഷെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് അപ്പം അവർക്കത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാഷൻ അല്ലെങ്കിൽ എന്തൊരു ഇതിലാണെങ്കിൽ അവർക്ക് അതിൽ നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ളതെല്ലാം ചെയ്തു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പഠിച്ചത് വേറെയാണ്, ഇപ്പം ഇത് സെൽഫ് ടോട്ട് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇപ്പം എല്ലാം ഓക്കെ വരുന്നത് എനിക്ക് ഇതിനോടുള്ള അത്രയും ഒരു സ്ട്രോങ് പാഷൻ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇങ്ങനെ ഇഷ്ടമുള്ളവരോട്.